നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി സൈപ്രസിൽ വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണം. നാളെ കാനഡയിൽ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. ക്രൊയേഷ്യയും സന്ദർശിക്കും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചൈനയിലേക്ക്. പൂനെയിൽ പാലം തകർന്ന് 6 മരണം. മരണസംഖ്യ ഉയർന്നേക്ക് 38 പേരെ രക്ഷപ്പെടുത്തി. 15ഓളം പേർ കുടുങ്ങിയെന്ന സംശയം. ഉത്തരാഖണ്ഡിൽ ഹെലികോപ്റ്റർ തകർന്ന് വീണ 7 മരണം. മരിച്ചത് കേദാർനാഥിലേക്ക് പോയ തീർത്ഥാടകർ. ഇറാനെതിരെ ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ. ടെഹ്റാനിൽ 80-ലേറെ കേന്ദ്രങ്ങൾ തകർത്തെന്ന സൈന്യം. മെട്രോ സ്റ്റേഷനുകളിലും പള്ളികളിലും അഭയമൊരുക്കി ഇറാൻ. ഇസ്രായേലിനെതിരെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒന്നിക്കണമെന്ന് പാകിസ്ഥാൻ. ഇറാനിലെ ഭാരതീയർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ഇന്ത്യൻ എംബസി. അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണം. ടെഹ്റാനിലെ എംബസിയുമായി നിരന്തരം ആശയവിനിമയം നടത്താനും സ്ഥിതി അറിയിക്കാനും നിർദ്ദേശം. വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസിലെ ലാർക്കാന അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നു. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോഡൌലിസ് പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണം നൽകി. സൈപ്രസ് പ്രസിഡന്റിന്റെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി മോദി നാളെയും മറ്റന്നാളും സൈപ്രസിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. ये भी आधुनिकता और ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൺ ജോസ് കൂടി ചേർന്നുകൊണ്ട്. ഐസൺ, സൈപ്രസ് സന്ദർശിക്കുന്ന 3ാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണം ലഭിച്ചിരിക്കുന്നു. എത്രത്തോളം നിർണായകമാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം? വിഷ്ണു, ഏറ്റവും നിർണായകമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൈപ്രസ് സന്ദർശനം. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് സൈപ്രസിലെ ഇന്ത്യൻ സമൂഹവുമായുള്ള ആ ഒരു ചർച്ചകളും ഏത് രാജ്യത്തെത്തുമ്പോഴും പ്രധാനമന്ത്രി ഭാരതീയ സമൂഹവുമായി കൂടിക്കാഴ്ച നടത്തുന്ന ഒരു രീതിയുണ്ട്. ആ കൂടിക്കാഴ്ച നടത്തുന്ന രീതികളാണ്, കൂടിക്കാഴ്ച സംഭവങ്ങളിലെ ആ നിമിഷങ്ങളാണ് ഇപ്പോൾ പങ്കുവയ്ക്കപ്പെട്ടിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, അല്പസമയം മുമ്പാണ്, അത് ഏതാണ്ട് ഒരു അരമണിക്കൂർ മുമ്പാണ് സൈപ്രസിൽ പ്രധാനമന്ത്രി എത്തിയത്. സൈപ്രസ് പ്രധാനമന്ത്രി നിക്കോസ് ക്രിസ്റ്റോഡൂലിറ്റ്സ് നേരിട്ട് വിമാനത്താവളത്തിലെത്തിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് എന്നതാണ് ഏറ്റവും പ്രധാനമായൊരു സന്ദേശമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് പരാമർശിക്കുമ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ നയതന്ത്ര രംഗത്തെ ചില സന്ദേശങ്ങളും സൂചനകളും ഏറ്റവും പ്രധാനമാണ്. അത്തരത്തിൽ ഏറ്റവും പ്രധാനമായൊരു സൂചനയാണ് ക്രിസ്റ്റോഡൂലിറ്റ്സ് നേരിട്ട് തന്നെ വിമാനത്താവളത്തിലെത്തി അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തത്. നമുക്കറിയാവുന്നതാണ്, സൈപ്രസുമായുള്ള ബന്ധം, സുദീർഘമായൊരു ബന്ധം നിലനിർത്തുന്ന ഒരു രാജ്യമാണ് ഭാരതം. സൈപ്രസിനെ 1983 ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സന്ദർശിച്ചു. അതിനുശേഷം 2002 വാജ്പേയിയുടെയും സന്ദർശനമുണ്ടായി. ഇപ്പോൾ 2025 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൈപ്രസ് സന്ദർശിക്കുകയാണ്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഏപ്രിൽ 22-നുണ്ടായ പഹൽഗാം ആക്രമണത്തിൻ്റെ ആ കാലഘട്ടത്തിൽ നടന്ന വിദേശയാത്രയിൽ ഉൾപ്പെട്ടിരുന്നൊരു രാജ്യമാണ്. പക്ഷേ പഹൽഗാം ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം യാത്ര വെട്ടിച്ചുരുക്കി തിരിച്ചെത്തുകയായിരുന്നു പ്രധാനമന്ത്രി. അത്തരത്തിൽ പ്രധാനമന്ത്രി തിരിച്ചെത്തിയതിന് ശേഷം വീണ്ടും സൈപ്രസിലേക്ക് പോകുമ്പോഴാണ് മാറിമറിഞ്ഞ ഒരു അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പഹൽഗാം ആക്രമണവും അതേ തുടർന്നുണ്ടായ ഓപ്പറേഷൻ സിന്ദൂറിനെ പിന്തുണയ്ക്കുന്ന, ഓപ്പറേഷൻ സിന്ദൂറിൽ ഭാരതത്തെ എതിർക്കാനും ഭാരതത്തിനെതിരെ പ്രയോഗിക്കാൻ ഡ്രോണുകളും പാകിസ്ഥാന് നൽകിയ തുർക്കിയുടെ ഒരു ഇടപെടലുണ്ടായിരുന്നു. തുർക്കിയുമായി തർക്കങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് സൈപ്രസ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈസ്റ്റേൺ മെഡിറ്ററേനിയനിലെ എണ്ണഖനനം സംബന്ധിച്ച് പ്രധാനമായൊരു തർക്കം നിലനിൽക്കുന്നുണ്ട്. മറ്റ് പല വിഷയങ്ങളിലും ഇരു രാജ്യങ്ങളും തമ്മിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ തർക്കങ്ങളിലെല്ലാം തന്നെ സൈപ്രസിൻ്റെ ഭാഗത്ത് ശക്തമായ നിലയുറപ്പിച്ച ഒരു രാജ്യം
കൂടിയാണ് അന്താരാഷ്ട്ര വേദികളിൽ ഭാരതം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഭാരതം മികച്ച സൗഹൃദം ഈ പെഹൽഗാം ആക്രമണത്തിന് ശേഷം സൈപ്രസുമായുള്ള ബന്ധം അന്താരാഷ്ട്ര പ്രസക്തമായൊരു ഇടപെടലായി മാറുന്നത്. ആ ഇടപെടലിനെ കൃത്യമായും സ്വീകാര്യമായി അല്ലെങ്കിൽ ഭീകരവിരുദ്ധ നിലപാടുകൾക്ക് പൂർണ്ണമായ അംഗീകാരം നൽകുന്നു എന്നൊരു സന്ദേശം കൂടി നിക്കോസ് ക്രിസ്റ്റോഡൂളിഡ്സിൻ്റെ ആ നേരിട്ട് വന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിൽ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടതുണ്ട്. മറ്റു പല ഘടകങ്ങളുണ്ട്. ന്യൂക്ലിയർ സപ്ലൈ ഗ്രൂപ്പിലേക്ക് ഭാരതത്തിനെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി കൃത്യമായി വാദിച്ച ഒരു രാജ്യമാണ് സൈപ്രസ്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ UN സെക്യൂരിറ്റി കൗൺസിൽ, അതായത് അന്താരാഷ്ട്ര വേദികളിൽ പലയിടങ്ങളിലും ഭാരതത്തിന് കൃത്യമായ ഇടപെടലുകൾ നടത്തേണ്ട രംഗങ്ങളിൽ അത്തരത്തിലുള്ള ഇടപെടലുകൾക്ക് ഭാരതത്തിന് പിന്തുണ നൽകുന്നൊരു രാജ്യമാണ് സൈപ്രസ്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ബന്ധങ്ങളും അതായത് നയതന്ത്ര ബന്ധങ്ങളും ഈ യുദ്ധാനന്തരമുണ്ടായ പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള ഒരു രാഷ്ട്രീയ സംഭവവികാസങ്ങളും നിർണായക വാർത്താ പ്രാധാന്യമാണ് ഈ സന്ദർശനത്തിന് ലഭ്യമാക്കിയിരിക്കുന്നത്. ഇതിനുശേഷമായിരിക്കും അദ്ദേഹം കാനഡയിലേക്കും പിന്നീട് ക്രൊയേഷ്യയിലും എത്തുക. കാനഡയിലാണ് G7 രാജ്യങ്ങളുടെ സമ്മേളനം നടക്കുക. G7 രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുകയും ചെയ്യും. വിഷ്ണു. ശരി, ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്. കേദാർനാഥിൽ നിന്ന് ഗുപ്തകാശിയിലേക്ക് പോയ ഹെലികോപ്റ്റർ തകർന്ന് വീണ പൈലറ്റ് ഉൾപ്പെടെ 7 പേർ കൊല്ലപ്പെട്ടു. ദാരുണമായ വാർത്തയെന്നാണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അനുശോചന സന്ദേശത്തിൽ അറിയിച്ചത്. SDRFും പ്രാദേശിക ഭരണകൂടവും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നതായി മുഖ്യമന്ത്രി അറിയിച്ചു. കേദാർനാഥിൽ നിന്നും തീർത്ഥാടകരുമായി ഗുപ്തകാശിയിലേക്ക് പോകുകയായിരുന്ന ഹെലികോപ്റ്ററാണ് രാവിലെ 5:20 അപകടത്തിൽപ്പെട്ടത്. ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗ് ജില്ലയിലെ ഗൗരിഖുണ്ടിലാണ് സംഭവം. മോശം കാലാവസ്ഥയാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ആര്യൻ ഏവിയേഷൻ എന്ന സ്വകാര്യ കമ്പനിയുടെ ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത്. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത്. NDRF, SDRF സംഘങ്ങളാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി മരണപ്പെട്ടവരുടെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നതായി എക്സിൽ കുറിച്ചു. ജൂൺ 7 കേദാർനാഥിൽ മറ്റൊരു ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടിരുന്നു. അന്ന് ഹൈവേയിൽ ഇറക്കിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ജനം, ഡൽഹി. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ചവരെ തിരിച്ചറിയാനായുള്ള DNA പരിശോധന തുടരുന്നു. 31 സാമ്പിളുകൾ ഇതുവരെ പോസിറ്റീവായി. തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി തുടങ്ങി. മരിച്ച ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു. രാജ്കോട്ടിലായിരിക്കും വിജയ് രൂപാണിയുടെ സംസ്കാര ചടങ്ങുകൾ. അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിലാണ് DNA പരിശോധന തുടരുന്നത്. DNA സാമ്പിളുകൾ മാച്ചാകുന്ന മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി തുടങ്ങി. വിമാനത്തിലുണ്ടായിരുന്ന 241 പേരുടെ മൃതദേഹങ്ങൾ പൂർണ്ണമായി കത്തിയതിനാൽ DNA പരിശോധന അനിവാര്യമാണ്. പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിതയുടെ DNA പരിശോധന പൂർത്തിയായില്ല. രഞ്ജിതയുടെ സഹോദരൻ കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിലെത്തി സാമ്പിൾ നൽകിയിരുന്നു. DNA പരിശോധനയ്ക്കായി എത്തുന്ന മരിച്ചവരുടെ ബന്ധുക്കളെ സഹായിക്കാൻ 230 അംഗ ടീമിനെ ഗുജറാത്ത് സർക്കാർ സജ്ജീകരിച്ചിട്ടുണ്ട്. അതേസമയം വൻ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും 171 നമ്പർ വിമാനം ഒഴിവാക്കി. 2020 കോഴിക്കോട് കരിപ്പൂരിൽ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനവും ആ നമ്പർ ഒഴിവാക്കിയിരുന്നു. ജനം, ഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും പ്രശംസിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മോദി സർക്കാർ ലോകത്തിന് നൽകിയത് ശക്തമായ സന്ദേശം. ഭാരതത്തിന്റെ രക്തം ചിന്താനുള്ളതല്ലെന്ന എല്ലാവർക്കും ബോധ്യമായി. മോദിയുടെ ഭരണകാലത്ത് 3 തവണ പാകിസ്ഥാൻ ഭാരതത്തെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഉറിയിലെ ശ്രമത്തിന് സർജിക്കൽ സ്ട്രൈക്കിലൂടെ ഭാരതം മറുപടി നൽകി. പുൽവാമയ്ക്ക് വ്യോമാക്രമണം മറുപടിയായി. യോഗി ആദിത്യനാഥിന്റെ ഭരണകാലത്താണ് UP പോലീസ് ആധുനികവൽക്കരിക്കപ്പെട്ടതെന്നും അമിത്ഷാ ലക്നൌവിലെ പൊതുസമ്മേളനത്തിൽ പറഞ്ഞു. मोदी जी के शासन के अंदर पाकिस्तान ने 3 बार प्रयास किया। उरी में किया, पुलवामा में किया और पहलगांव में किया। उरी में किया, सर्जिकल स्ट्राइक की। पुलवामा में किया, एयर स्ट्राइक की और पहलगांव में ऑपरेशन सिंदूर कर आतंकियों के मुख्यालय को चूर चूर कर दिया. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ലോകം ഏറ്റവും അധികം ചർച്ച ചെയ്തത് ഭാരതം പാകിസ്ഥാനെതിരെ പ്രയോഗിച്ച ആയുധങ്ങളും രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനവുമാണ്. ആത്മനിർഭർ ഭാരതത്തിന്റെ നേർക്കാഴ്ചയായി തദ്ദേശീയമായി നിർമ്മിച്ചവയും. ഈ ശ്രേണിയിലേക്ക് തലയെടുപ്പോടെ ചേരുകയാണ് ഹൈബ്രിഡ് ഡ്രോണായ രുദ്രാസ്ത്രം. നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച ആധുനിക ഡ്രോൺ. കഴിഞ്ഞ 11-ന് പൊഖ്രാൻ സാക്ഷ്യം വഹിച്ചത് രാജ്യത്തിന്റെ പ്രതിരോധ കരുത്തിന്റെ പുതിയ മുഖമാണ്. 50 കിലോമീറ്റർ അകലെയുള്ള ശത്രുതാവളത്തെ നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള ഹൈബ്രിഡ് ഡ്രോണായ രുദ്രാസ്ത്ര സൈന്യം പരീക്ഷിച്ചത് ഇവിടെയാണ്.
പ്രതിരോധ നിർമ്മാണത്തിൽ രാജ്യം സ്വയം പര്യാപ്തത നേടുന്നതിൻ്റെ ഉദാഹരണം കൂടിയാണിത്. സ്വകാര്യ കമ്പനിയായ സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡാണ് ഇത് വികസിപ്പിച്ചത്. എല്ലാ മാനദണ്ഡങ്ങളും പരീക്ഷണവേളയിൽ രുദ്രാസ്ത്ര വിജയകരമായി മറികടന്നു. പൊക്രാനിൽ 50 കിലോമീറ്റർ ദൂരത്തിലെത്തി കൃത്യം നടത്തിയ ശേഷം രുദ്രാസ്ത്ര തിരികെ വന്നു. ഏത് പ്രതലത്തിൽ നിന്നും ഉപയോഗിക്കാൻ കഴിയുന്നവയ്ക്ക് പ്രത്യേകം റൺവേയുടെ ആവശ്യമില്ല. 170 കിലോമീറ്റർ ദൂരം വരെ പറക്കാനാകും. 1.5 മണിക്കൂർ നേരം ആകാശത്ത് നിർത്താതെ പറക്കും. ആകാശത്ത് തന്നെ പൊട്ടിത്തെറി നടത്താനുമാകും. ശത്രുക്കളുടെ വാഹനങ്ങൾ, ആയുധങ്ങൾ എന്നിവയ്ക്കൊപ്പം ശത്രുക്കളെ തന്നെയും സ്ഫോടക വസ്തുക്കൾ നിറച്ച ഇവയുടെ വാർഹെഡ് ലക്ഷ്യം വയ്ക്കും. അതായത് യുദ്ധങ്ങളിൽ ശത്രുരാജ്യത്തെ പട്ടാളക്കാരെ ഉൾപ്പെടെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്താൻ രുദ്രാസ്ത്രയ്ക്ക് ആകും. ഭൂപരപ്പിൽ നിന്ന് 2000 മുതൽ 3500 മീറ്റർ വരെ ഉയരത്തിൽ നിന്നാണ് ഇത് പ്രയോഗിക്കുക. പരീക്ഷണം വിജയകരമായതോടെ അധികം വൈകാതെ സൈന്യത്തിൽ ഈ ഡ്രോണുകൾ ഉൾപ്പെടുത്തും. ഓപ്പറേഷൻ സിന്ദൂറിൽ സൈന്യം ഉപയോഗിച്ച നാഗാസ്ത്ര എന്ന ഡ്രോണുകൾ നിർമ്മിച്ചതും സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡാണ്. ഡ്രോണിൻ്റെ പേരിന് പിന്നിലുമുണ്ട് കാര്യം. കൂട്ടനശീകരണ ശേഷിയുള്ള പരമശിവന്റെ ആയുധമാണ് രുദ്രാസ്ത്ര. നാഷണൽ ഡെസ്ക്, ജനം. വീണ്ടും വാർത്തകളിലേക്ക്. ഇറാനിൽ ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ. ടെഹ്റാനിൽ 80-ലധികം കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ഇസ്രായേൽ സേന. മെട്രോ സ്റ്റേഷനുകളിലും പള്ളികളിലും ജനങ്ങൾക്ക് അഭയമൊരുക്കുമെന്ന ഇറാൻ ഭരണകൂടം. വ്യോമ പ്രതിരോധ സംവിധാനം ഇറാൻ ശക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, എന്താണ് നിലവിലെ സാഹചര്യം? വിഷ്ണു, കർശനമായ കടുത്ത ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ ഇറാനെതിരെ നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൻതോതിലൊരു ആക്രമണമാണ് മുന്നോട്ട് പോകുന്നത് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ 80 ഇടങ്ങളിൽ ആക്രമണം നടത്തിയെന്ന വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. നിരവധി ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുമ്പോൾ ഇറാൻ പള്ളികളും അതുപോലെ തന്നെ മറ്റു പൊതു ഇടങ്ങളും എല്ലാം തന്നെ കമ്മ്യൂണിറ്റി ഹാൾ ഉൾപ്പെടെയുള്ള പൊതു ഇടങ്ങളിലെല്ലാം തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി അപകടത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള, ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള നീക്കങ്ങൾക്ക് മുൻകൈയെടുക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ മറ്റു പല വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ആക്രമണം ശക്തമാക്കുക എന്ന നീക്കം തന്നെയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആണവായുധം വലിയ ആണവായുധ ശക്തിയായി ഇസ്രായേലിനെ ആക്രമിക്കാനുള്ളൊരു നീക്കം ഇറാൻ നടത്തുന്നൊരു സാഹചര്യത്തിൽ കടുത്ത പ്രതിരോധം തീർക്കുമെന്ന നിലപാട് കഴിഞ്ഞ ദിവസം തന്നെ ബെഞ്ചമിൻ നെതന്യാഹു അറിയിക്കുകയും ചെയ്തിരുന്നു. ചിലയിടങ്ങളിൽ ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ കൂടി ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും അറിയിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് രാവിലെയാണ് വൻതോതിലുള്ള ഒരു ആക്രമണം നടന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്തത്. ഇറാൻ്റെ പല എണ്ണ റിഫൈനറികളെല്ലാം തന്നെ തകർക്കുകയും ചെയ്തു. അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു ആക്രമണം ഇന്ന് രാവിലെ തന്നെ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് പുലർച്ചെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. തുടർന്നും ആക്രമണങ്ങൾ ശക്തമായി പുരോഗമിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം മറ്റു ചില നയതന്ത്ര ഇടപെടലുകളും ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ കൂടി നിലവിലെ സാഹചര്യത്തിൽ പുതിയ നയതന്ത്ര ഇടപെടലുകളോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യമോ ഉണ്ടായിട്ടില്ല. പക്ഷേ അന്താരാഷ്ട്ര സമൂഹമെല്ലാം തന്നെ പ്രതികൂല ആക്രമണത്തെ തുടരാൻ അനുവദിക്കരുത്, അല്ലെങ്കിൽ അത് കൃത്യമായി നിയന്ത്രിക്കണമെന്ന ഒരു നിലപാടിൽ തന്നെയാണ് നിലകൊള്ളുന്നത്. വിഷ്ണു, ശരി. ഐസൻ ജോസാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. ഇറാനിലെ ഭാരതീയർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ഇന്ത്യൻ എംബസി. അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണം. ടെഹ്റാനിലെ എംബസിയുമായി നിരന്തരം ആശയവിനിമയം നടത്താനും സ്ഥിതി അറിയിക്കാനും എംബസി ആവശ്യപ്പെട്ടു. ഇതിനായി ഹെൽപ്പ് ലൈൻ നമ്പറുകളും ടെലിഗ്രാം ലിങ്കും എംബസി പുറത്തിറക്കിയിട്ടുണ്ട്. പുതിയ അറിയിപ്പിനായി എംബസിയുടെ സമൂഹ മാധ്യമ പേജുകൾ പിന്തുടരാനും ഭാരതീയരോട് നിർദ്ദേശം നൽകി. ഇസ്രായേലിന് പിന്തുണ അറിയിച്ച ലണ്ടനിലെ ജനങ്ങൾ. ഇറാൻ എംബസിക്ക് മുന്നിൽ ഇസ്രായേൽ പതാക സ്ഥാപിച്ചാണ് ജനങ്ങൾ പിന്തുണ അറിയിച്ചത്. ഇറാൻ ഭരണകൂടത്തിനെതിരെ ജനരോക്ഷം ആളിക്കത്തുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയായി മാറുകയാണ് ഇത്. جاوید شاه پاینده ایران، جاوید شاه پاینده اسرائیل. این ملت از همدیگر گسستنی نیستن. ما تاریخ مشترک داریم. آخوند نمیتونه ما را പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ മാസം അവസാനം ചൈന സന്ദർശിക്കും. SCO പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാനാണ് സന്ദർശനം.
ഗാൽവാൻ സംഘർഷത്തിന് ശേഷം ആദ്യമായാണ് പ്രതിരോധ മന്ത്രി ചൈനയിൽ എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. ഐസൺ, എത്രത്തോളം നിർണായകമാണ് പ്രതിരോധ മന്ത്രിയുടെ ഈ ഒരു സന്ദർശനം? വിഷ്ണു ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ ഗാൽവൻ സംഘർഷത്തിന് ശേഷവും അതുപോലെ തന്നെ അതിർത്തിയിലെ സേനാ പിന്മാറ്റം, അതായത് ഭാരതവും ചൈനയും തമ്മിലുള്ള അതിർത്തിയിലെ സേനാ പിന്മാറ്റത്തിനുള്ളൊരു തീരുമാനമെടുക്കുകയും ചെയ്തതിന് ശേഷം ആദ്യമായാണ് ഒരു പ്രതിരോധ മന്ത്രി ചൈന സന്ദർശിക്കുന്നത്. ഭാരതത്തിൻ്റെ പ്രതിരോധ മന്ത്രി ചൈന സന്ദർശിക്കുന്നത് 24-25 തീയതികളിലായിരിക്കും സന്ദർശനം. നേരത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് ചൈന സന്ദർശിച്ചിട്ടുണ്ട് എങ്കിൽ കൂടി പ്രതിരോധ മന്ത്രി എന്ന പദവിയിലെത്തിയതിന് ശേഷം ആദ്യമായാണ് ചൈന സന്ദർശിക്കുന്നത്. ചൈന സന്ദർശിക്കുന്നതിൽ ഏറെ സുപ്രധാനമായ പല ഘടകങ്ങളുമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന ആസിയാൻ സമ്മേളനങ്ങളിൽ, ഈ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ആസിയാൻ സമ്മേളനത്തിൽ ചൈനയുടെ വിദേശകാര്യമന്ത്രിയും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചകളെല്ലാം തന്നെ രാജ്നാഥ് സിംഗ് നടത്തുകയും ചെയ്തിരുന്നു. ഇപ്പോഴും ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ പ്രതിരോധ മന്ത്രിമാരുടെ സമ്മേളനത്തിലാണ് അദ്ദേഹം എത്തുന്നത്. തീർച്ചയായും ഇന്നത്തെ സാഹചര്യത്തിൽ ഏറെ പ്രാധാന്യമുണ്ട് ഈ സന്ദർശനത്തിന് എന്നതാണ് ഏറ്റവും വലിയ വസ്തുത. ചൈനയുടെ പ്രതിരോധ മന്ത്രിയുമായി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച സ്ഥിരീകരണങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. എന്ത് തന്നെയായാലും 24-25 തീയതികളിൽ ചൈന സന്ദർശിക്കാനിരിക്കുന്നു ഭാരതത്തിൻ്റെ പ്രതിരോധ മന്ത്രി എന്നത് നിർണായകമായൊരു ഘടകമാണ്. ഈ അതിർത്തിയിലെ സേനാ പിന്മാറ്റവും അതിനു മുമ്പുണ്ടായ ഗാൽവൻ താഴ്വരയിലെ സംഘർഷങ്ങളുടെ ശേഷം തുടർന്നുണ്ടായ കൃത്യമായ ചർച്ചകളും ആ ചർച്ചകൾക്ക് ശേഷമുണ്ടായ സേനാ പിന്മാറ്റവും ആ സേനാ പിന്മാറ്റത്തിന് ശേഷം ഷീ ജിൻപിങ്ങുമായി നടത്തിയ ചർച്ചകളും പ്രധാനമന്ത്രി നടത്തിയ ചർച്ചകളുടെ ധാരണകൾ, അത്തരത്തിൽ നിരവധിയായ വിഷയങ്ങളിൽ പരസ്പര ധാരണയിലൂടെയുള്ള പല തീരുമാനങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത ഈ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ സമ്മേളനത്തിന് പുറമേ നടക്കുന്ന ഉഭയകക്ഷി ചർച്ചകളിൽ ഉണ്ടാകുമെന്നാണ് സൂചന. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും വാർത്തകളിലേക്ക്. മഹാരാഷ്ട്രയിലെ പൂനെയിൽ പാലം തകർന്ന് വീണ അപകടത്തിൽ 6 മരണം. 20-ലധികം വിനോദസഞ്ചാരികളാണ് അപകടത്തിൽപ്പെട്ടത്. കുന്തമല ഗ്രാമത്തിനടുത്ത ഇന്ദ്രായണി നദിയിലാണ് അപകടമുണ്ടായത്. NDRFന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതായി മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ഐസൺ ജോസ് ചേർന്നുണ്ട്. ഐസൺ, നിലവിൽ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്? വിഷ്ണു, നിലവിൽ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സൂചനകൾ പുറത്തു വരുന്നത്. 2 മരണം സ്ഥിരീകരിച്ചതായി നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. വീണ്ടും 3 മരണം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അനൗദ്യോഗികമായ ചില വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച സ്ഥിരീകരണങ്ങൾ ഇനിയും വരേണ്ടതുണ്ട് എന്നതാണ് ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം തന്നെ ലഭ്യമാകുന്ന വിവരം. ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:30 ഈ പാലം കുന്തമാല നദിക്ക് മുകളിലുള്ള കുന്തമാല മേഖലയിൽ ഇന്ദ്രായണി നദിക്ക് മുകളിലുള്ള ഈ പഴയ ഇരുമ്പ് പാലം തകർന്നു വീണത്. ഈ ഇരുമ്പ് പാലത്തിന് മുകളിൽ ഏതാണ്ട് 100ഓളം പേരുണ്ടായിരുന്നു തകർന്നു വീഴുമ്പോൾ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ 100ഓളം പേരിൽ 30-35 പേർ വെള്ളത്തിൽ വീഴുകയും അവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഈ വെള്ളത്തിൽ വീണവർ വെള്ളത്തിൽ മുങ്ങിയും അതുപോലെ തന്നെ തലയിടിച്ച് വീണുമൊക്കെയാണ് പരിക്കുകൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 32 പേരാണ് അപകടത്തിൽപ്പെട്ടത്, ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത് എന്ന് ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം വരുന്നുണ്ട്. എങ്കിൽ കൂടി മരണസംഖ്യ സംബന്ധിച്ചുള്ള വിശദീകരണം ഔദ്യോഗികമായി വരുന്നത് 2 മരണം എന്ന് മാത്രമാണ്. പഴക്കമുള്ള ഒരു പാലമായിരുന്നു എന്നതുകൊണ്ട് തന്നെ, അതായത് 30 വർഷത്തോളം പഴക്കമുള്ള അത്രയും മെയിൻറ്റെയിൻ ചെയ്യാത്ത ഒരു പാലമായിരുന്നു, ഒരു പുരാവസ്തു പോലെ നിലനിന്നിരുന്നൊരു പാലവുമായിരുന്നു. ആ പാലത്തിൽ വിനോദസഞ്ചാരികൾ എത്തുകയും വിനോദസഞ്ചാരികൾ അതിന് മുകളിലൂടെ നടക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ഒഴിവു ദിനങ്ങളിലെ ഒരു സ്ഥിരം സംഭവമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു ക്രൗഡ് 100 പേരൊക്കെ എത്തിയപ്പോൾ പാലം താങ്ങാനാവാത്തൊരവസ്ഥയിൽ ഒടിഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളെല്ലാം തന്നെ പറയുന്നത്. ദേശീയ ദുരന്ത നിവാരണ സേന ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ വിന്യസിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയുമാണ്. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്. ഹിമാചൽ പ്രദേശിലെ മണാലിയിൽ സിപ്പ് ലൈൻ തകർന്ന 10 വയസ്സുകാരിക്ക് ഗുരുതര പരിക്ക്. നാഗ്പൂർ സ്വദേശിയായ തൃഷ ബിജ്വേ എന്ന പെൺകുട്ടിയാണ് അപകടത്തിൽപ്പെട്ടത്. കുടുംബത്തോടെ അവധി ആഘോഷിക്കാൻ എത്തിയതായിരുന്നു. മണാലിയിലെ ഒരു ടൂറിസ്റ്റ് സിപ്പ് ലൈനിലാണ് അപകടമുണ്ടായത്. ജൂൺ 8 തീയതിയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. 30 അടി താഴ്ചയിലാണ് ആ കുട്ടി വീണത്. മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നില്ലെന്നും അപകടത്തിന് ശേഷവും വൈദ്യസഹായം ലഭിക്കുന്നതിൽ കാലതാമസമുണ്ടായെന്നും കുടുംബം പരാതിപ്പെട്ടു. നാഗ്പൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്.
മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. കൊല്ലം ആലപ്പാട് തീരത്ത് ഭാഗികമായി കത്തിയ നിലയിൽ ഒരു ബാരൽ അടിഞ്ഞു. സ്ട്രൈക്കാട് ആവണി ജംഗ്ഷന് സമീപത്താണ് ഒഴിഞ്ഞ ബാരൽ അടിഞ്ഞത്. അറബിക്കടലിൽ തീപിടിച്ച വാൻഹായ് 503 കപ്പലിൽ നിന്ന് വീണ ബാരലാണ് ഇതെന്നാണ് നിഗമനം. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേർന്നുണ്ട്. മനോജ്, എപ്പോഴാണ് ഇത് കണ്ടെത്തുന്നത്? വിഷ്ണു, ഇന്ന് ഉച്ചയോടെയാണ് ഇത് തീരദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അവരാണ് പിന്നീട് ഉദ്യോഗസ്ഥരെ അറിയിച്ചത്. അവിടെ പോലീസും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുമൊക്കെ ആളുകളെത്തി. എന്തായാലും ഈ കണ്ടെത്തിയ ബാരൽ ആ ഭാഗത്ത് തന്നെ ഇപ്പോൾ മറ്റൊരിടത്തും പോകാത്ത നിലയിൽ അവിടെ കെട്ടിവെച്ചിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പരിശോധനയും അതോടൊപ്പം തന്നെ കസ്റ്റംസിന്റെ അനുമതി ലഭിച്ചാൽ മറ്റ് നടപടികളും സ്വീകരിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. അറബിക്കടലിൽ തീപിടിച്ചിട്ടുള്ള വാൻഹായ് 503 കപ്പലിൽ നിന്ന് വീണ ബാരലാണെന്നാണ് പ്രാഥമികമായുള്ള നിഗമനം. അതേസമയം തന്നെ ഈ ബാരൽ കത്തിയ നിലയിലാണ്, അതോടൊപ്പം ഒഴിഞ്ഞ നിലയിലുമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആശങ്ക വേണ്ട എന്നുള്ള കാര്യം തന്നെയാണ് ജനങ്ങളെയൊക്കെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ആ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അറബിക്കടലിൽ മുങ്ങിയ കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ അടിഞ്ഞു. അതിനുശേഷമാണ് ഈ കത്തിയ കപ്പലിൽ നിന്നുള്ള ബാരലുകൾ വരാൻ തുടങ്ങിയിട്ടുള്ളത്. ഇനി കണ്ടെയ്നറുകൾ വരുമോ എന്നുള്ള ഒരു ആശങ്ക കൂടെ ജനങ്ങൾക്ക് ഉണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധന ശക്തമാക്കും ഈ തീരദേശ ഭാഗത്തൊക്കെ തന്നെ. അതോടൊപ്പം തന്നെ നേരത്തെ ഈ കണ്ടെയ്നറുകൾ നീക്കം ചെയ്ത ടീം അംഗങ്ങളെ ഈ കാര്യം അറിയിച്ചിട്ടുണ്ട്. MSCയുമായി ചേർന്ന് ചിലപ്പോൾ ഈ ഒരു കപ്പലിൽ നിന്ന് എത്തുന്ന ഈ സാമഗ്രികൾ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യവും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ബാരൽ ഉച്ചയോടുകൂടി അടിഞ്ഞു. നാട്ടുകാരിത് കാണുന്നു. തുടർന്ന് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുന്നു. ഇപ്പോഴും ആ ബാരൽ അവിടെ തന്നെയുണ്ട്. ഇനിയും എന്തെങ്കിലും വരുമോ എന്നുള്ള ഒരു ആശങ്ക ജനങ്ങളിൽ നിലനിൽക്കുമ്പോൾ തന്നെ മറ്റ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ കാര്യം പരിശോധിച്ചു വരികയാണ്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കത്തിയ കപ്പലിൽ നിന്ന് വന്നതാണെന്നുള്ള ആ ഒരു തെളിവെന്ന് പറയുന്നത് ഈ ബാരൽ കത്തിയ നിലയിലായിരുന്നു. എന്തായാലും ഈ ഭാഗത്തൊക്കെ തന്നെ ഈ കൊല്ലം ജില്ലയിൽ മാത്രമല്ല ആലപ്പുഴ അടക്കമുള്ള ജില്ലകളിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ എന്തെങ്കിലും കരയ്ക്ക് അടിഞ്ഞു കഴിഞ്ഞാൽ അത് ഉടൻ തന്നെ ഉദ്യോഗസ്ഥരെ അറിയിക്കണമെന്നുള്ളത്. എന്തായാലും കസ്റ്റംസിന്റെ അനുമതിയോടുകൂടി തുടർ നടപടികൾ സ്വീകരിക്കും. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് നടക്കുന്ന ആർമി ദിനാഘോഷങ്ങളിലേക്ക് വിദേശ സൈനിക മേധാവികളെ ക്ഷണിച്ചിട്ടില്ലെന്ന് അമേരിക്ക. പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിനെ സൈനിക ദിന പരിപാടിയിലേക്ക് ക്ഷണിച്ചെന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു. സംഭവം തെറ്റായ പ്രചരണമാണെന്നും അമേരിക്ക അറിയിച്ചു. കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ഉൾപ്പെടെയുള്ള നേതാക്കൾ വ്യാജ പ്രചരണം സർക്കാരിനെതിരെ ആയുധമായി പ്രയോഗിച്ചിരുന്നു. കശ്മീരിലെ പൂഞ്ചിൽ ഭീകരർക്കായി വ്യാപക റെയ്ഡ്. പാക് ബന്ധമുള്ള ഭീകരർക്കായാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. പൂഞ്ച് ജില്ലയിലെ 8 ഇടങ്ങളിലാണ് ജമ്മുകശ്മീർ പോലീസ് ഇപ്പോൾ പരിശോധന നടത്തിവരുന്നത്. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്തേ.